അമ്മ നമ്മളിൽ നിന്ന് എന്തോ ഒരു കാര്യം ഒളിക്കുന്നുണ്ട്. എന്റെ പല ചോദ്യങ്ങൾക്കും അമ്മയ്ക്ക് ഉത്തരം തരാൻ പറ്റിയില്ല. ഉറപ്പാണ് ബാലു, അമ്മ എന്തോ ഒരു രഹസ്യം നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട്. അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് ബാലുവിനത് മനസ്സിലായില്ലേ? അപ്പോ പിള്ള പറയുന്നത് സത്യമാണെന്നാണോ താൻ പറയുന്നത്? അങ്ങനെയല്ല, ആരോ ഒരാൾ അമ്മയ്ക്ക് ഭീഷണിയായി നിഴല് പോലെ അമ്മയുടെ പിന്നാലെ നടക്കുന്നുണ്ടോന്നൊരു സംശയം. ചിലപ്പോ ഭീഷണിപ്പെടുത്തി കാശ് തട്ടുന്ന ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ കാറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട ശത്രുക്കളാവാം. എന്തായാലും ശരി, ഒരാൾ അമ്മയുടെ ജീവിതത്തിൽ പേടിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മയോട് ചോദിക്കാം. സമാധാനപ്പെടു ബാലു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ അമ്മയെ വാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിൽ നിന്ന് അമ്മ എന്താണ് മറച്ചു വെക്കുന്നതെന്ന് ഞാൻ കൃത്യമായി കണ്ടുപിടിച്ചു തരാം. അതുവരെ ദേ നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല, നമുക്കൊരു സംശയവും ഇല്ല. അങ്ങനെ വേണം പെരുമാറാൻ. ഇപ്പോ ചൂട് തണുത്തോ? മൊത്തത്തില് ഈ ദിവസം ആകെ കൈവിട്ടു പോയി. രാവിലെ ആ പിള്ള പറഞ്ഞത് മനസ്സിൽ നിന്ന് പോകുന്നേയില്ല. ഓ, അപ്പൊ ചൂട് പൂർണ്ണമായിട്ടും തണുത്തിട്ടില്ല. എന്നാലേ ഞാൻ ചൂടൊന്ന് തണുപ്പിച്ചു തരാം. എന്താ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കുന്നേ? ചൂട് തണുപ്പിച്ചു തരാന്നേ. ആദ്യം കണ്ണടച്ചേ. കണ്ണടയ്ക്ക് ബാലു ചേട്ടാ. സത്യം പറഞ്ഞ എന്റെ ബാലുവിന്റെ പ്രധാന വിഷമം നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാനോ ഒരു ഹണിമൂൺ ട്രിപ്പ് നടത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ? അത് ശരിയാ, സത്യമായിട്ടും അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ആ, വിഷമമുണ്ടല്ലോ, അത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അങ്ങ് തീർക്കാം. ആണോ? പിന്നല്ലാതെ. എന്നാലേ കണ്ണൊന്നടച്ചേ. തന്റെ ഫോണാണല്ലോ. ഇതാരാ ഈ നേരത്തെ വിളിക്കുന്നത്? വീട്ടിൽ നിന്ന് അമ്മയായിരിക്കും. എംഡിയാ, കിരൺ. ഒരു കിരൺ? അവനെന്തിനാ ഈ രാത്രിയിൽ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഓഫീസ് കാര്യം എന്തെങ്കിലും പറയാനായിരിക്കും ബാലു. ഓഫീസ് കാര്യമൊക്കെ അങ്ങ് ഓഫീസിൽ വെച്ച്. ബാലു, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനായിരിക്കും. എടുക്കണ്ട എന്ന് പറഞ്ഞാ എടുക്കണ്ട. ബാലു, ഒക്കെ അവന്റെ നമ്പരാ. ഈ വീടും മാറണം, ആ ഓഫീസും മാറണം, എങ്കിലേ നമ്മൾ ഗതി പിടിക്കും. അപർണ ഫോൺ എടുക്കുന്നില്ലേ? ആ, അവൻ എടുത്തു കാണും. അങ്കിള് നോക്കിക്കോ, അവളെ കൊണ്ട് ഞാൻ ഫോൺ എടുപ്പിക്കും. അവള് ഫോൺ എടുക്കുന്നത് വരെ ഞാൻ വിളിച്ചോണ്ടേയിരിക്കും. എന്നാ പിന്നെ വിളിക്കും. ഒന്ന് സന്തോഷിച്ചു വന്നതാ, ആ സന്തോഷം അവൻ നശിപ്പിച്ചു. ഞാനിവന് ഹലോ. അവന് ഹലോ ബാലു. അല്ല, അപർണ ഉറങ്ങിയായിരുന്നോ? ബുദ്ധിമുട്ടായോ? ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അപർണയെ ഒന്ന് കിട്ടുവോ? അപർണ ഉറങ്ങി. ഹലോ ഹലോ അപർണ, ബുദ്ധിമുട്ടായോ? ഒരു എമർജൻസി ഇഷ്യൂ ആയതുകൊണ്ടാ ഞാൻ വിളിച്ചത്. പറയൂ സർ. അപർണയ്ക്ക് ബുദ്ധിമുട്ടായെങ്കിൽ? നോ പ്രോബ്ലം സർ. അങ്ങനെയെങ്കിൽ അപർണ, നമ്മളിന്ന് ടേക്കപ്പ് ചെയ്ത ആ ക്ലയന്റ് ഉണ്ടല്ലോ, RR ഗ്രൂപ്പ്, ആ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ? ഷുവർ സർ. വൺ സെക്കൻഡ്. യാ.
മണി 12 കഴിഞ്ഞല്ലോ. സോറി സോറി അപർണ. ഇറ്റ്സ് ഓക്കെ സർ, അത്യാവശ്യ കാര്യമായിരുന്നല്ലോ. സോ ഗുഡ് നൈറ്റ് അപർണ. ഗുഡ് നൈറ്റ് സർ. ബാലു, ബാലു, ആ എന്നോട് ദേഷ്യാണല്ലേ? കള്ളോറൊക്കെ ഉറങ്ങാണല്ലേ ബാലു? എനിക്ക് ഓർമ്മണോന്ന്. എൻ വഴി താനി വഴി. നിന്നെ സമ്മതിച്ചിരിക്കുന്നടാ. സമ്മതിക്കാൻ കിടക്കുന്നതേ ഉള്ള അങ്ങളെ. ആദ്യം ഞാൻ അവരെ തമ്മിൽ തെറ്റിക്കും. അത് കഴിഞ്ഞാ പിന്നെ അടുത്ത നീക്കം തുടങ്ങും. വാ. അമ്മേ, കിടന്നില്ലേ മോനെ നീ? എന്തടാ? അമ്മേ, അമ്മയുടെ പ്രശ്നം എന്താണെന്ന് പറ. ഇനി അതെത്ര വലിയ പ്രശ്നമാണെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം. സത്യം. മറ്റാരെ അറിയിക്കാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ആരോടും ഞാൻ പറയുകയില്ല. എന്താ അമ്മയുടെ പ്രശ്നം? ഞാനുണ്ട് അമ്മയുടെ കൂടെ. അമ്മ എന്നോട് പറ. അമ്മ എന്താ നോക്കുന്നത്? എന്റെ കയ്യിൽ, ദാ ഈ കയ്യിൽ കടന്നു വളർന്ന എന്റെ കൊച്ചു സാഗ് ഇപ്പതാ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമമുണ്ടോന്ന് ചോദിച്ച് ഒരു വലിയ ആളായിട്ട് അടുത്തു വന്നിരിക്കുന്നു. സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോവാ മോനെ. അമ്മ വിഷയം മാറ്റാതെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ വിഷയം മാറ്റുന്നൊന്നല്ല മോനെ, എന്റെ മനസ്സ് നിറഞ്ഞു പറഞ്ഞതാ. പിന്നെ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചില്ലേ? എന്റെ മക്കൾ ഇടപെടേണ്ട പ്രശ്നമാണെങ്കിൽ ബാലുവിനോടായിരിക്കൂല, നിന്നോടായിരിക്കും അമ്മ ആദ്യം പറയുന്നത്. ആരാ അമ്മ ഇന്ന് ഇവിടെ വന്നത്? അമ്മ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു? അങ്ങനെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? അമ്മ ഒന്ന് വ്യക്തമായിട്ട് പറയുന്നുമില്ല. അമ്മ ആരെങ്കിലും പേടിക്കാണോ? ഇല്ല മോനെ, അമ്മ ആരെയും പേടിക്കുന്നൊന്നുമില്ല. നിങ്ങളെപ്പോലെ 3 മക്കളുള്ളപ്പോ ഞാനിനി ആരെ പേടിക്കാനാ? നീ ചെന്ന് കിടക്ക്. അമ്മേ, അമ്മ വിഷമിക്കരുത്. എനിക്കറിയാം, കാറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. പഠിത്തം നിർത്തി ഞാനും അമ്മയെ സഹായിക്കാം. എന്നുവെച്ചാ എന്നോട് ദേഷ്യാണല്ലേ? കള്ളോറൊക്കെ ഉറങ്ങാണല്ലേ ബാലു? എനിക്ക് ഉറങ്ങണമെന്ന്. വേണ്ടായിരുന്നു. അപ്പൂനെ ഒരാവശ്യമില്ലാതെ വിഷമിപ്പിച്ചു. ചായ.
അപ്പു സോറി, ഐ എം റിയലി സോറി അപ്പു. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവന്റെ പേര് കേട്ടാ മതി എനിക്ക് അപ്പോ ഭ്രാന്ത് കയറും. ഈ ഭ്രാന്തിനെ ചികിത്സിക്കാ വേണ്ടത്. താനെന്നെ എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും അതൊട്ടും അധികമാവില്ല. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇതുപോലെ കുറച്ച് പഞ്ചാര വാക്കുകൾ പറഞ്ഞാ ഒക്കെ തീരുന്നാണോ? ഇന്നലെ രാത്രി അത്രയും പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. ബാലുവിന് കാര്യങ്ങൾ വ്യക്തമാവുന്ന തരത്തിൽ ഇന്നലെ വൈകിട്ട് നമ്മൾ സംസാരിച്ചതല്ലേ? എന്റെ താലി തൊട്ടല്ലേ ഞാൻ ഒക്കെ പറഞ്ഞത്. ഇത് ഈ കഴുത്തിൽ ഉണ്ടാവുന്ന കാലം വരെ ഇതെന്റെ കഴുത്തിൽ കെട്ടിയ ആളിനല്ലാതെ എന്റെ മനസ്സിലോ ശരീരത്തിലോ ഈ പ്രപഞ്ചത്തിലെ മറ്റാർക്കും ഒന്ന് തൊടാൻ പോലും പറ്റില്ല. ഈ താലിയിൽ പിടിച്ച ഞാനിത് പറയുന്നത്. എന്നിട്ട് രാത്രി MD ഫോൺ ചെയ്തപ്പോ അതൊക്കെ അങ്ങ് മറന്നു. അപ്പോ സോറി. ഇല്ല, ഇനി അതൊന്നും ആവർത്തിക്കില്ല. ഇന്നലെ രാത്രി ഞാൻ അത്രയ്ക്ക് സന്തോഷിച്ച് നിൽക്കുമായിരുന്നു. നീ എന്നോട് കണ്ണടച്ച ഒരു സാധനം തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഹാപ്പിയായി നിൽക്കുമായിരുന്നു. അപ്പോഴാ ആ ഫോൺ കോളും. ബാലു, വേണ്ട, ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എല്ലാം തീർന്നു. ഉറപ്പാണേ? ഉറപ്പ്. ഇനിയും ഇത് ആവർത്തിച്ചാൽ താൻ എന്ത് വേണോ എന്നെ ചെയ്തോ. ഞാൻ നല്ല ഇടി വെച്ച് തരും, തല്ലി പല്ല് താഴെയിടും. എന്നാ ഇപ്പൊ തന്നെ തല്ലിക്കോ. ഞാൻ തല്ലും. തല്ലിക്കോളാനല്ലേ പറഞ്ഞത്? തല്ല് തല്ല് തല്ല്. ഏയ്, മീനാക്ഷി അല്ലേ അത്? അതെ, വാ വാ. കുട്ടിയുടെ പേര് മീനാക്ഷി എന്നല്ലേ? അതെ. ഞങ്ങള് കുട്ടിയെ കാണാറുണ്ട്. ഞങ്ങള് CBSE പഠിക്കുന്നത്. മീനാക്ഷി യശോദ മെമ്മോറിയൽസിലല്ലേ? അതെ. എന്റെ ഒരു ഫ്രണ്ട് മീനാക്ഷിയുടെ ഫ്രണ്ടാ. ഓ, അയ്യോ മോളെ, മോളെ എന്നെ ഒന്ന് പിടിക്കാമോ? അയ്യോ അങ്ങളെ, അങ്ങളെ എന്തു പറ്റി? എനിക്ക് വല്ലാത്തൊരു നെഞ്ചുവേദന, സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. അയ്യോ മീനാക്ഷി, അങ്കിളിനെ ഒന്ന് നോക്കിക്കോ. ഞാൻ ആരെങ്കിലും സഹായത്തിന് കിട്ടുമെന്ന് നോക്കട്ടെ. ശരി. അങ്ങളെ പതുക്കെ ഇരുന്നേ. ഇരിക്ക് ഇവിടെ. ശ്ശോ. എന്തുപറ്റി? നേച്ചർ ക്ലബിലെ ആദർശേട്ടനല്ലേ? അതെ. എന്താ? അവിടെ ഒരു അങ്കിള്. അങ്കിളിന് എന്ത് പറ്റിയതാ? ആരാന്നൊന്നും അറിയില്ല, നെഞ്ചുവേദനയെന്നാ പറയുന്നേ. ആരെയെങ്കിലും സഹായത്തിന് നോക്കിയതാ. ഭാഗ്യത്തിന് ചേട്ടനെ കണ്ട്. അയ്യോ അങ്ങളെ, അങ്ങളെ എന്ത് പറ്റി? പേടിക്കണങ്ങളെ. എനിക്ക് കുറച്ച് വെള്ളം വേണം. നിങ്ങൾ അങ്കിളിനെ ഒന്ന് നോക്കിക്കോ, ഞാൻ വെള്ളം വാങ്ങി വരാം. മീനാക്ഷിക്ക് അറിയില്ലേ ആ ചേട്ടനെ? ഇല്ല. അയ്യോ, നേച്ചർ ക്ലബിലെ പ്രധാനപ്പെട്ട ആളാ. ഇത്രയും നല്ല ഒരാളിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ ആ ചേട്ടന്റെ ജീവിതം.
നമുക്കിനി ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോനെ, വേണ്ട. ഇപ്പൊ എനിക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. ദൈവം മോനെ ഇവിടെ എത്തിച്ചത്. അതൊക്കെ ആയിക്കോട്ടെ, തൽക്കാലം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട മോനെ, മോൻ ബുദ്ധിമുട്ടണ്ട. അയ്യോ അച്ഛാ, അച്ഛൻ ഇവിടെ വന്നിരിക്കുകയാണോ? വന്നേ, വീട്ടിൽ പോ. ഇല്ല, ഞാൻ വരുന്നില്ല. നിന്റെയും ഭാര്യയുടെ ആട്ടും തുപ്പും സഹിച്ച് എനിക്ക് അവിടെ ജീവിക്കാൻ വയ്യ. ഓ, ഇയാളുടെ അച്ഛനാണോ ഈ മനുഷ്യൻ? താങ്കളൊരു മകനാണോ? തനിക്ക് ബന്ധങ്ങളൊക്കെ വില അറിയും. ഒരു അച്ഛനും അമ്മയില്ലെങ്കിൽ താൻ ഈ ഭൂമിയിൽ എത്തുമായിരുന്നോ? ഭൂമിയിലെ ഏറ്റവും അടിസ്ഥാന വികാരം എന്താണെന്നറിയോ? സ്നേഹം. സ്നേഹമാണോ? ഓട്ടു മോനെ, വഴക്കൊന്നും പറയണ്ട. എന്തായാലും എന്റെ മോനല്ലേ. കണ്ടോടോ, ഇതാണ് യഥാർത്ഥ സ്നേഹം. താനും ഭാര്യയും കൂടി ഇദ്ദേഹത്തെ ദ്രോഹിച്ചിട്ടും ഇദ്ദേഹം തിരിച്ചു തന്ന സ്നേഹം കണ്ടോ? അങ്കിളിനെ ഞാൻ കൊണ്ടുപോവാം. ഞാൻ ഏറ്റെടുത്ത് സംരക്ഷിക്കും. വേണ്ട, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല. അച്ഛൻ എൻ്റെ കൂടെ വരണം. ഒരു മിനിറ്റ്. ഇതിരിക്കട്ടെ, മരുന്ന് വാങ്ങാൻ. അയ്യോ വേണ്ട മോനെ. സാരമില്ല, ഇതിരിക്കട്ടെ, വെച്ചോളൂ. ഇതെന്റെ കാർഡ്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ. മോന് നല്ലതേ വരൂ. ഓക്കെ. ഞാൻ ഒരിക്കലും മോൻ ചെയ്ത ഉപകാരം മറക്കില്ല. ചേട്ടാ, സാമൂഹ്യ സേവനത്തെ കുറിച്ച് ചേട്ടൻ എഴുതിയ കുറിപ്പ് വളരെ നല്ലതായിരുന്നു. താങ്ക് യു. ഈ ആദർശേട്ടൻ ഒരു സംഭവം മീനാക്ഷി. ഇതുപോലെ 10 പേരുണ്ടെങ്കിൽ നമ്മുടെ നാടൊരു സ്വർഗമാകും. കാശ്. ഓക്കെ. എന്താണ് ഇത്? ഒരു 500 കൂടി എടുക്ക്. താടോ ഇങ്ങോട്ട്. മരുന്നിനെന്നും പറഞ്ഞ് പോക്കറ്റിലിട്ട് തന്നില്ലേ, അതും കൂടി താനങ്ങ് വെച്ചോ. വേഗം വാ ആദർശ്. ഇതാ നിങ്ങളുടെ. അവള് പോയോ? സംശയമൊന്നുമില്ലല്ലോ. അവള് പോയി, ഒരു സംശയവും. ഈ ഒരൊറ്റ സംഭവത്തോടെ അവൾ ഈ കള്ളന്റെ ഫാനായി. 3 മാസം നമുക്ക് കിട്ടിയിരിക്കുന്ന കാലാവധി. അതിനിടയിൽ അവളുടെ മാത്രമല്ല, അവളുടെ കുടുംബത്തിന്റെ തന്നെ പുക കാണണം. അതാ കരാറ്. എന്തിനാടാ 3 മാസമൊക്കെ കാത്തിരിക്കുന്നേ? നീ മുമ്പ് ആ ശിവപുരത്തെ കൊട്ടേഷൻ ചെയ്ത പോലെ അവളുടെ മുഖത്തേക്ക് അങ്ങ് ആസിഡ് ഒഴിച്ചാ പോരെ? പോരാ പോരാ, ഇതങ്ങനെ മുഖമോ കയ്യോ കാലോ ഒന്നും ഇല്ലാതായ പോരാ. പറഞ്ഞില്ലേ, അവളും അവളിൽ കൂടി ആ കുടുംബം അവസാനിക്കണം. അതൊക്കെ എന്താ എങ്ങനെയാന്നെല്ലാം ഞാൻ വ്യക്തമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളാ കൊട്ടേഷൻ തന്ന ആള്, പ്രമോദ്. ഹലോ, എന്തായി? ഇന്നും തുടങ്ങി വെക്കുന്നല്ലേ പറഞ്ഞത്? സാറേ, സാറ് കിടന്ന് വെപ്രാളപ്പെടാതെ. ആദർശ കൊട്ടേഷൻ എടുത്തത് നല്ല വെടുപ്പിന് പൂർത്തിയാക്കാൻ എനിക്കറിയാം. ഐശ്വര്യമായിട്ട് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്.